വിശുദ്ധർ ഒക്ടോബർ 31 വിശുദ്ധ ക്വിൻറ്റിൻ. റോമിലെ ഒരു സെനറ്റ് കുടുംബത്തിൽ 3-ാം നൂറ്റാണ്ടിലാണ് വിശുദ്ധ ക്വിൻറ്റിൻ ജനിച്ചത്. ദൈവസ്നേഹത്താൽ ജ്വലിച്ച അദ്ദേഹം സുവിശേഷ പ്രചാരണത്തിനായി ജീവിതം മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അധികം വൈകാതെ വിശുദ്ധ ലൂസിയനോടൊപ്പം ക്വിൻറ്റിൻ ഗോളിലേക്ക് യാത്രയായി. നിരവധിയായ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് അവർ അവിടെ സുവിശേഷം പ്രസംഗിച്ചു. അവരുടെ ജീവിത വിശുദ്ധിയുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായി അനേകർ ക്രിസ്തുവിശ്വാസത്തിലേക്ക് കടന്നു വന്നു. പിന്നീട് അവർ പിക്കാർഡിയയിലേക്ക് പോയി. അവിടെ കുറേ നാൾ സുവിശേഷം പ്രസംഗിച്ച ശേഷം ലൂസിയൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായി മറ്റൊരിടത്തേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹം രക്തസാക്ഷിയായി. അപ്പോഴും ക്വിൻറ്റിൻ അമിയൻസിൽ തന്നെ തൻ്റെ സുവിശേഷ ദൗത്യം തുടർന്നുകൊണ്ടിരുന്നു. അവിടെയും അനേകർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി ക്രൈസ്തവ മതം സ്വീകരിച്ചു. വിശുദ്ധൻ്റെ പ്രവർത്തനങ്ങളിൽ അസ്വസ്ഥനായ ഭരണാധികാരി അധികം വൈകാതെ തന്നെ ക്വിൻറ്റിനെ അറസ്റ്റ് ചെയ്തു. ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കുന്നതിനായി അധികാരി അദ്ദേഹത്തിന് പല വാഗ്ദാനങ്ങളും നൽകി. വാഗ്ദാനങ്ങളും ഭീഷണികളും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ തെല്ലും പിന്നോട്ട് നയിക്കുന്നില്ല എന്ന് കണ്ട അധികാരി ക്വിൻറ്റിനെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയനാക്കി. അദ്ദേഹത്തിൻ്റെ കൈകാലുകളിലെ നഖങ്ങൾക്കിടയിൽ ആണികൾ അടിച്ചു താഴ്ത്തി. പിന്നീട് തലയോട്ടിയിലും ആണി തറച്ചു. ഇതൊന്നും അദ്ദേഹത്തെ തെല്ലും അസ്വസ്ഥനാക്കുന്നില്ല എന്ന് കണ്ട പീഡകർ അദ്ദേഹത്തിൻ്റെ കഴുത്തു മുതൽ തുടവരെയുള്ള തോലുരിഞ്ഞു. അവസാനം വിശുദ്ധൻ്റെ തല വെട്ടിമാറ്റി. 287 വിശുദ്ധ ക്വിൻറ്റിൻ രക്തസാക്ഷിയായത്.